കണ്ണൂരിൽ KSU പ്രവർത്തകനെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ അജ്മൽ റോഷനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയതാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് KSUവിന്റെ ആരോപണം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ KSU പ്രവർത്തകനെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നതാണല്ലോ പരാതി. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ അക്രമം ഉണ്ടായത്? പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? GK സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ KSU പ്രവർത്തകനാണ് അജ്മൽ റോഷൻ. സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ KSUവും അതോടൊപ്പം തന്നെ MSFും സഖ്യമായല്ല മത്സരിക്കുന്നത്. രണ്ട് സംഘടനകളും അവിടെ നോമിനേഷൻ നൽകി സഖ്യമല്ലാതെയാണ് മത്സരിക്കുന്നത്. അതിനിടെ ഇന്നലെ ഈ അജ്മൽ റോഷൻ മറ്റൊരു KSU പ്രവർത്തകൻ നോമിനേഷൻ നൽകുന്നതിന് വേണ്ടി ആ കോളേജിലേക്ക് എത്തുകയായിരുന്നു. അജ്മൽ റോഷനും അതോടൊപ്പം ഈ നോമിനേഷൻ നൽകുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. ഇവർ നോമിനേഷൻ നൽകാൻ പോകുമ്പോൾ MSF പ്രവർത്തകർ കോളേജിൽ വെച്ച് തടഞ്ഞു വെച്ചുവെന്നും അവിടെ ആദ്യമായി ഇവരെ മർദ്ദിച്ച് ഈ നോമിനേഷൻ കയ്യിൽ നിന്ന് വാങ്ങി കീറിക്കളഞ്ഞു എന്നതാണ് ആരോപിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു വാക്കുതർക്കവും ഉന്തും തള്ളും കോളേജിൽ വെച്ച് തന്നെ ഉണ്ടായി. പിന്നീട് വൈകിട്ട് കണ്ണൂർ നഗരത്തിൽ വെച്ചാണ് വളരെ ക്രൂരമായ മർദ്ദനം ഉണ്ടായതെന്നാണ് KSU പരാതിപ്പെടുന്നത്. അതിൽ അലവിൽ, നഗരത്തിന് തൊട്ട് സമീപമുള്ള അലവിൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അജ്മൽ റോഷൻ്റെ വീട്. അങ്ങോട്ട് പോകുന്നതിനിടെ നഗരത്തിലെ കാൾടെക്സ് ജംഗ്ഷനിൽ വെച്ച് MSF യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ അജ്മൽ റോഷനെ തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ദേഹത്ത് ആകെ പരുക്കുകളുണ്ട് എന്നതാണ് KSUയുടെ പരാതിയിൽ പറയുന്നത്. അജ്മൽ റോഷൻ കണ്ണൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ കേസെടുക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ KSU ആരോപിക്കുന്നത് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSFന് വലിയ മൃഗീയമായ ഭൂരിപക്ഷമുള്ള കോളേജാണ്. അവിടെ ഈ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. അവിടെ മറ്റ് സംഘടനകളെ നോമിനേഷൻ നൽകാൻ പോലും സമ്മതിക്കുന്നില്ല എന്നതാണ് KSU ഇതിൽ ആരോപിക്കുന്നത്. നമുക്കറിയാം, UDF സഖ്യമായിട്ടാണ് കണ്ണൂർ സർവകലാശാലയിലെ ഭൂരിപക്ഷം കോളേജുകളിലും ഇവർ മത്സരിക്കാറ്. പക്ഷേ സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാലങ്ങളായി, കഴിഞ്ഞ വർഷം മാത്രമല്ല അതിനു മുമ്പും ഈ രണ്ട് സംഘടനകളും വെവ്വേറെയാണ് മത്സരിക്കാറുള്ളത്. അത്തരം മത്സരം നടക്കുമ്പോൾ മറ്റ് സംഘടനകളെ നോമിനേഷൻ നൽകാൻ പോലും അവർക്ക് MSFന് ഭൂരിപക്ഷമുള്ള കോളേജിൽ സമ്മതിക്കുന്നില്ല എന്നൊരു രാഷ്ട്രീയമായ ആരോപണം കൂടി ഇതിൽ KSU ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് തുടർ ചർച്ചകൾക്ക് കൂടി വിധേയമാകും. ജില്ലയിലെ തന്നെ സഖ്യമായി മത്സരിക്കുന്ന രണ്ട് സംഘടനകൾ ഒരു കോളേജിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. GK. ശരി, അരുൺ പൂപ്പറമ്പ ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.